അങ്ങനെ ഡെസേർട്ട് കഴിക്കണമെന്ന മോഹവുമായി ഞങ്ങൾ എത്തിപ്പെട്ടത് വേറെ എവിടെയല്ല, ബ്രൂക്കിയുടെ ഫ്രണ്ടിലാണ്. പിന്നെ പറയണ്ടല്ലോ, അവിടെ ചെന്ന് നേരെ മെനു കാർഡും എടുത്ത് എന്താ വേണ്ടതെന്നുള്ളത് നിരീക്ഷിച്ചിട്ട് ഞങ്ങൾ അപ്പം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തു. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഷേക്സും ബോബാറ്റീസും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ ഡെസേർട്സിന്റെ കാര്യം പറയുകയേ വേണ്ട, സ്വീറ്റ് ടൂത്ത്സിനൊക്കെ ഇതൊരു ഹെവൻ എന്ന് വേണേ പറയാം. ഇവരുടെ കുറച്ച് സിഗ്നേച്ചർ ഐറ്റംസ് ട്രൈ ചെയ്യാൻ നമ്മൾ വിചാരിച്ചു. അങ്ങനെ നമ്മൾ 3 ഐറ്റംസും പിന്നെ ഒരു ഡ്രിങ്കും ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം അല്ലേ. ഈ കാണുന്ന ചീസും ചോക്ലേറ്റും പിസ്താഷ്യോ സോസും എല്ലാം ഇന്നർ ആൻഡ് ഔട്ടർ വരുന്ന ഒരു ഡെലീഷ്യസ് ഡെസേർട്ട് ആണ് ഇവരുടെ സിഗ്നേച്ചർ ഐറ്റം ആയിട്ടുള്ള ചീസ് ബോംബ്. ഇത് റീസെന്റ് ലോഞ്ച് ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മേടിച്ചു ഒരെണ്ണം. ഇത് അവരുടെ നെക്സ്റ്റ് മൂവിംഗ് ഐറ്റം ആയിട്ടുള്ള സലങ്കാട്ടിയാണ്. ഇത് നമ്മൾ പിസ്താഷ്യോ ചോക്ലേറ്റ് ഫ്ലേവറിലാണ് മേടിച്ചത്. ഇവരുടെ മേക്കിംഗ് ഒക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ വളരെ ഹൈജീനിക്കും ആയിരുന്നു. ഇവരുടെ ഈ ഒരു മേക്കിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനുള്ള ക്രേവിങ്സ് ഒന്നുകൂടെ കൂടും കേട്ടോ. ഇവർ ഇതിന്റെ ടോപ്പിംഗ്സ് ആയിട്ട് ചെയ്തിരിക്കുന്നത് പിസ്താഷ്യോ നട്ട്സും അതുപോലെ വൈറ്റ് ആൻഡ് ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സും ആയിരുന്നു. അപ്പോഴേക്കും അടുത്ത ഓർഡറിന്റെ മേക്കിംഗ് തുടങ്ങിയിരുന്നു. ഇതാണ് ഹേബ കേക്ക്. ഇത് ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇതിലും ചോക്ലേറ്റും പിസ്താഷ്യോയും എല്ലാം കൂടെ വരുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണ് വിത്ത് കേക്ക് സ്പഞ്ച്. കേക്ക് ലവേഴ്സിന് കഴിക്കാൻ പറ്റിയൊരു ഡെസേർട്ടാണിത്. കേക്കിന്റെ ആ ഒരു സ്പഞ്ച് വരുന്നതുകൊണ്ട് സ്വീറ്റ്നെസ് ശരിക്കും ബാലൻസ് ആവുന്നുണ്ടായിരുന്നു. ഇത് ഇവരുടെ മാംഗോ ബോബ ഷേക്ക് ആണ്. നല്ല തിക്ക് ആൻഡ് ക്രീമി ആയിട്ടുള്ള മിൽക്കിൽ മേക്ക് ചെയ്യുന്ന ഒരു യമ്മി ഷേക്ക് തന്നെയാണിത്. ആ ചീസ് ബോംബിനേക്ക് ഓപ്പണിംഗ് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇനി ടേസ്റ്റ് വൈസിന്റെ കാര്യം പറയാനാണെങ്കിൽ എല്ലാ ഡെസേർട്ടും ഒന്നിനൊന്നും മികച്ചായിട്ടാണ് നമുക്ക് തോന്നിയത്. ചീസ് ബോംബും സലങ്കാട്ടി ഒരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. പിന്നെ കഴിക്കാൻ പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 1-2 ആൾക്കാരായിട്ടല്ല, ഒരു 4-5 പേരായിട്ട് പോകാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഒറ്റയ്ക്ക് കഴിച്ചു തീർക്കാൻ പറ്റത്തില്ല. ആലപ്പി ബീച്ചാണ് ലൊക്കേഷൻ വരുന്നത്. ഇനിയും ട്രൈ ചെയ്യാത്തവർ വേഗം പോയി ട്രൈ ചെയ്തോ.